വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വാക്കാണല്ലോ പ്രാധാന്യം. വാക്കെന്ന് പറഞ്ഞ കാര്യം മറന്നുപോലും വളരെ എളുപ്പമാണ്. പക്ഷെ വിശ്വാസ്യത എന്ന് പറഞ്ഞ സാധനം അത് പൈസ കൊടുത്ത് എവിടെയും കിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും. ഇദ്ദേഹം ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയെ പഴയ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാനോ ഒന്നും ആയിരിക്കില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയെ പോലെ പുതിയ കാറ് വാങ്ങിക്കില്ല, പുതിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള സന്ദേശമാണ്, ഞാൻ കൂടുതൽ പണം ചെലവഴിക്കുന്നത് അത്ര ശരിയല്ല ഈ സമയത്ത് എന്നൊക്കെയായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. സംശയം ഉണ്ടാവും, വേണമെങ്കിൽ കളിപ്പിച്ചേരാന്നേ. ചില ആളുകൾക്ക് ഇങ്ങനെ അത്ര സംശയമുള്ള ആൾക്കാരുണ്ട്. ദാദാ കേട്ടോ, ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല, മുഖ്യമന്ത്രി പുതിയ കാറ്. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിന് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. എത്ര നിഷ്കളങ്കമാണല്ലേ, എത്ര നിഷ്കളങ്കമായിട്ടാണ്, എത്ര സഹനശക്തിയോടുകൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഏത് വാഹനമായാലും ഞാനത് ഉപയോഗിക്കും, ഒരു സംശയമില്ല കേട്ടോ, ഉപയോഗിക്കണം. ഇനി മുഖ്യമന്ത്രി ഉപയോഗിച്ച ആ ഒരു ക്രിറ്റ സംതിങ് ലൈക്ക് ഒരു കിയയുടെ കാറ്, അത് ഏറ്റവും നല്ല കാറാണ്, ഗംഭീര കാറാണ്, ഒരുപാട് സുരക്ഷാ സംവിധാനമുള്ള കാറാണ്. ആ കാർ ഉപയോഗിക്കാം. സത്യത്തിൽ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചോദിച്ചാൽ മതി, ഞാൻ പഴയ മുഖ്യമന്ത്രി ഉപയോഗിച്ച കാറ് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം, ഞാനത് ഉപയോഗിക്കും, അത് നല്ല കാറാണ്, ആ കാറിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം അതിൻ്റെ ഒപ്പം വാക്കാണ് പ്രാധാന്യം, വാക്ക് ഗംഭീരമാണ് എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല. ഇതാ, നിങ്ങൾക്കത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കട്ടെ, നിങ്ങൾക്കത് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. നോക്കൂ, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ 3.95 കോടി അനുവദിച്ച് UDF സർക്കാർ. ഞാനൊന്നും അധികം മിണ്ടുന്നില്ല. ഞാനിത് എന്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി പോകുന്നു പറയുന്നത്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പിണറായി വിജയൻ ഗവൺമെന്റ് മൂന്നാം തവണ അധികാരത്തിലേറി രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്കും മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 3.95 കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഇതിന്റെ കുറവുണ്ട് എന്ന് വെച്ചാൽ 4 കോടി രൂപ തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി അനുവദിച്ചിട്ടുള്ളത്. ഒരു 4 കോടി രൂപ അങ്ങോട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയം? നിങ്ങൾ ചുമ്മാ ആലോചിക്കും, സിംപിളി ആലോചിച്ച് നോക്ക്. നമ്മുടെ മാധ്യമങ്ങൾ 24ഉം മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ടറും ന്യൂസ് മലയാളവും വേണ്ട ഏഷ്യാനെറ്റ് ഒക്കെ ഉണ്ടല്ലോ, എടുത്തുകൊടുക്കും. ഇവിടെ ജനം TV ഒക്കെ ആ വാർത്ത കൊണ്ട് തുള്ളും. നിങ്ങൾ ഇതൊരു ഗംഭീര വാർത്തയായിട്ട്, ഈ ഒരു സംഗതി ഒരു ഗംഭീര വാർത്തയായിട്ട് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കാണേണ്ടതല്ലേ? ഇതേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞേ, ഒരു കാറ് വാങ്ങിക്കുന്നുണ്ട്, ഇവിടുത്തെ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല, പക്ഷേ ഒരു പുതിയ കാറ് വാങ്ങിക്കുന്ന ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഒരു കാറ് വാങ്ങിക്കുന്നുണ്ട്, ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല എന്ന് പറയുന്ന ഇതേ ആളുകൾ തന്നെയാണ് പിണറായി വിജയൻ ഈ ഒരു പുതിയ കാറ് വാങ്ങിച്ചപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. അതെന്താണ്? രാഷ്ട്രീയമല്ലേ? അസല് രാഷ്ട്രീയത്തിന് ഇരട്ടത്താപ്പുകളല്ലേ? ആ ഇരട്ടത്താപ്പുകൾ നിങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടതല്ലേ? നോക്കൂ, ഇതിങ്ങനെയാണെന്നേ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ചയാക്കില്ല. ആകെ നമ്മുടെ ന്യൂസ് മലയാളത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, അറ്റകുറ്റപ്പണികൾക്കായിട്ട് 3 കേട്ടോ 5.31 കോടി രൂപയാണ് ചീഫ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. ഞാൻ വേണമെങ്കിൽ സംശയം വേണ്ട, ഇതാ എക്സ്ക്ലൂസീവായിട്ട് ന്യൂസ് മലയാളത്തിൽ തന്നെ വന്ന വാർത്തയാണ്. ന്യൂസ് മലയാളം അത്യാവശ്യം വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു വാർത്താ ചാനൽ തന്നെയാണ്. എക്സ്ക്ലൂസീവ്. മന്ത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 3.95 കോടി രൂപ. 5 ചില്ലറയാണ് ചോദിച്ചത്. പക്ഷേ 3 കോടി 95 ലക്ഷം എന്ന് വെച്ചാൽ 3.95 കോടി രൂപയാണ് അനുവദിച്ചത്. ക്ലിസ് ഹൗസിന് പണം അനുവദിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികൾ എന്നാണ് ഇതിന്റെ പേര്, അല്ലാതെ മണിമന്ദിരങ്ങൾ സൂപ്പർ ആക്കുകയല്ല. ഇവരാകുമ്പോൾ അറ്റകുറ്റപ്പണി എന്ന രീതിയിലാണ് എഴുതുക. ഇനി അതിന്റെ ചില റെക്കോർഡുകളും മറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ഞാൻ ഇങ്ങനെ മെല്ലെ കാണിച്ചു തരാം.
ഏതിനൊക്കെ എങ്ങനെയൊക്കെ പണം ചെലവഴിച്ചെന്ന് കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയതാണ്, UDF ഗവൺമെന്റ് ഇറക്കിയതാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആവുമ്പോഴത്തേനെ ഇത്രയും കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നർത്ഥം. വേണമെങ്കിൽ പറയാം, വായിച്ചു തരാം. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി 395.59 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവ് ഇറക്കി. 9 മന്ത്രിമന്ദിരങ്ങളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കാണ് തുക അനുവദിച്ചത്. അതേസമയം ക്ലിഫ് ഹൗസിന് പണം അനുവദിച്ചിട്ടില്ല. 1.35 കോടി രൂപയായിരുന്നു ക്ലിഫ് ഹൗസിന് അറ്റകുറ്റപ്പണികൾക്കായിട്ട് ആവശ്യപ്പെട്ടത്. എന്തേ എന്റെ സുഹൃത്തുക്കളെ, ഇതെന്താ ദൂർത്തല്ലേ? ഒരു വാഹനം മേടിക്കുന്നതിൽ വലിയ രസകരമായ കാര്യമൊക്കെ പറയാൻ എന്താ കാരണം? ആ കാറ് വളരെ പ്രസിദ്ധമാണ്. പിണറായി വിജയന്റെ ആ കറുത്ത കാറ് വളരെ പ്രസിദ്ധമാണ്. അതെന്തൊരു ദുരന്തം കാറാണെന്നൊക്കെ പല രീതിയിലൊക്കെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറിനെ കുറിച്ച് പറയുമ്പോൾ ആളുകളൊക്കെ അത് ശ്രദ്ധിക്കപ്പെടുന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് വെച്ചിട്ട് പിണറായി വിജയൻ അഭിമാനിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ പല അതേ കാറുകളും എനിക്ക് അപ്പുറം ഇപ്പുറമൊക്കെ പോലീസുകാരെ ആംബുലൻസ് ഒന്നും എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഇത് നടക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മാത്രം ഇതൊന്നും തീരുമാനമാവില്ല. ഇതൊക്കെ സുരക്ഷാ ഏജൻസികളാണ് തീരുമാനിക്കുക. ഇതൊക്കെ അങ്ങോട്ട് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരൊക്കെ തീരുമാനിക്കുന്നതാണ് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ. ഇതൊക്കെ Z+ കാറ്റഗറിയാണ്. അത്ര വാഹനങ്ങൾ വേണമെന്ന് വെച്ചാൽ അത്ര വാഹനങ്ങൾ സുരക്ഷയ്ക്ക് വേണം താനും. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിപ്പോ പിണറായി വിജയനായാലും VD സതീശനായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എന്തോ വളരെ ത്യാഗം പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഇനി കേൾക്കൂ സുഹൃത്തുക്കളെ. നെസ്റ്റ് ബംഗ്ലാവിനായി 40.67 ലക്ഷം, ഉഷസ് ബംഗ്ലാവിന് 40.3 ലക്ഷം, പെരിയാർ ബംഗ്ലാവിന് 31.26 ലക്ഷം, പൗർണമി ബംഗ്ലാവിന് 40.81 ലക്ഷം, പമ്പ ബംഗ്ലാവിന് 31.43 ലക്ഷം, കവടിയർ ഹൗസിന് 40.6 ലക്ഷം, മൻമോഹൻ ബംഗ്ലാവിന് 81.6 ലക്ഷം, ഗംഗാ ബംഗ്ലാവിന് 31.53 ലക്ഷം, അജന്ത ബംഗ്ലാവിന് 58.74 ലക്ഷം രൂപ വീതമാണ് നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ചെലവഴിക്കാൻ പോകുന്നത്. ഇത് പക്ഷേ ഇവരുടെ കണ്ണിലും നമ്മുടെ മാധ്യമങ്ങളുടെ കണ്ണിലും ഇത് ദൂർത്തല്ല. മാധ്യമങ്ങളെ കണ്ണിൽ ഇത് ദൂർത്തല്ല. ഞാനിത് ഒരു കാരണവശാലും ഇത് UDF ഗവൺമെന്റ് ഞാൻ ഒരു അംശം പോലും ഞാൻ കുറ്റം പറയില്ല. ബഹുമാനപ്പെട്ട VD സതീശൻ ഗവൺമെന്റിനെ ഒരു പോയിന്റ് പോലും കുറ്റം പറയില്ല. വർഷാവർഷവും ഇത്തരം ബംഗ്ലാവുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തണം. അത് പിണറായി വിജയൻ ഗവൺമെന്റ് ആയാലും VD സതീശൻ ഗവൺമെന്റ് ആയാലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയാലും അച്യുതാനന്ദൻ ഗവൺമെന്റ് ആയാലും ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണം. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട VD സതീശൻ ഗവൺമെന്റ് ചെയ്യുമ്പോൾ അത് അറ്റകുറ്റപ്പണിയെന്നും, എന്നാൽ അതേസമയം അത് പിണറായി വിജയൻ ഗവൺമെന്റ് ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അത് മോടി പിടിപ്പിക്കലും ആഡംബരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നം. ആ ഇടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ അതിഭീകരമായിട്ട് വൃത്തികെട്ട രീതിയിൽ ഇത്തരം ഇരട്ടത്താപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്. ഇനി വാർത്ത കേട്ടോളൂ. അറ്റകുറ്റപ്പണികൾക്കായിട്ട്, അതായത് ആഡംബരം എന്നല്ല കേട്ടോ, അറ്റകുറ്റപ്പണികൾക്കായിട്ട് അങ്ങനെ മൊത്തം 5.31 കോടി രൂപ, 5.31 കോടി രൂപ മതി ഇവിടുത്തെ പെൻഷനൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച ആളുകളൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കൊടുക്കാൻ. പോരെ? 1, 2, 3 വീട് കെട്ടിക്കൊടുക്കാൻ. എന്തായാലും വയനാടുകൾ വീട് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് 1, 2, 3 വീട് കെട്ടിക്കൊടുക്കാൻ ഇത് ധാരാളമാണെന്നേ. 5.131 കോടി രൂപ ഞങ്ങൾ ചിലവുകളില്ലാതെ ഈ ഗവൺമെന്റ് ആകെ മുടിഞ്ഞു കിടക്കുകയാണ്, എലി വെറ്റ് കിടക്കുകയാണ്, ആകെ മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വരും, കയ്പുനീര് കുറിക്കേണ്ടി വരും എന്നൊക്കെ ആന്റണി ചേട്ടനല്ലേ പറഞ്ഞേ. അങ്ങനെയുള്ള ഈ ഗവൺമെന്റിന്റെ ഈ ഒരു ഭരണകാലഘട്ടത്തില് 1% പോലും പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രിക്ക് അത് എടുക്കാൻ കഴിയാത്തത്, അങ്ങനത്തെ തീരുമാനമെടുക്കാൻ കഴിയാത്തത്? അത്രയ്ക്ക് വലിയ സഹാനുഭൂതിയും വളരെയധികം വേവലാതിയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ചെലവുകളൊക്കെ ഒഴിവാക്കുകയല്ലേ വേണ്ടത്? ഒഴിവാക്കിയിട്ടില്ലല്ലോ. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ
3.5 കോടി രൂപയാണ് അനുവദിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. അതേസമയം മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് കൂടുതൽ മോടി പിടിപ്പിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. വൻ തുക ചെലവിൽ മോടി പിടിപ്പിക്കേണ്ടതിന് ചില്ലറ അറ്റകുറ്റപ്പണി മാത്രം മതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ. എങ്ങനെയുണ്ട്? അപ്പോഴും പണം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, ചില്ലറ അറ്റകുറ്റപ്പണിയൊക്കെ മതി എന്നുള്ളതാണ് കേട്ടോ. മന്ത്രിമന്ത്രികൾ മോടി പിടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെ വൻ തുക മുടക്കിയുള്ള നവീകരണങ്ങൾക്ക് പകരം അനിവാര്യമായ ചില്ലറ അറ്റകുറ്റങ്ങൾ മാത്രം നടത്തിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വാർത്തയിൽ. പക്ഷേ അങ്ങനെ ചില്ലറ ചെറിയ പരിപാടികൾക്കൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും കോടി ചെലവഴിച്ചിട്ടുണ്ട്, ഇത്രയും കോടി ചെലവഴിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ മാധ്യമം പുറത്തിറക്കുന്ന വാർത്തയല്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു, മഹാഭാഗ്യത്തെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിരുന്നെങ്കിൽ ഈ മാധ്യമങ്ങൾ എടുത്തുടുത്തേനെ. മാധ്യമങ്ങൾ അദ്ദേഹത്തെ എടുത്തുടുത്തിട്ട് ഇത്രയും കോടി രൂപ ചെലവഴിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടാവും. പ്രതിപക്ഷ നേതാവ് ആയിരുന്നു നമ്മുടെ വി.ഡി. സതീശൻ സാറെങ്കിൽ അദ്ദേഹവും സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും ആലോചിച്ച് നോക്കി. ഭാഗ്യം പിണറായി സാർ, ഭാഗ്യം. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു ഇരട്ടത്തപ്പേ മനസ്സിലാവുന്നുണ്ടാവോ? ബൈ.